കസ്റ്റമൈസ് ചെയ്ത് വാങ്ങിക്കാൻ പറ്റും. അതായത് ഇപ്പം ചിലർക്ക് ഓരോ സ്കിന്നിൻ്റെ ടോൺ അനുസരിച്ചിട്ട് നിങ്ങൾക്ക് ഡോക്ടേഴ്സൊക്കെ അങ്ങനെ പ്രിഫർ ചെയ്യുന്നുണ്ടെങ്കിൽ അതിനനുസരിച്ചിട്ടുള്ള സോപ്സും നിങ്ങൾക്ക് മാനുഫാക്ചർ ചെയ്യാൻ പറ്റും അല്ലേ? അപ്പോൾ ഞാൻ മിസ് റാബിയയുടെ അടുത്താണുള്ളത്. റാബിയ നാച്ചുറൽ ആയിട്ടുള്ള ഹാൻഡ് മെയ്ഡ് സോപ്സ് മാനുഫാക്ചർ ചെയ്യുന്ന ഒരു എൻ്റർപ്രണറാണ്. ഇതിനകത്ത് അധികം വാക്സ് ഒന്നും യൂസ് ചെയ്യാതെ വളരെ ഓർഗാനിക്കായിട്ട് മാനുഫാക്ചർ ചെയ്യുന്ന സോപ്പാണ്. കൂടുതൽ പറയാമോ? എനിക്ക് ആളുടെ ഫേസ് കാണിക്കാൻ ആൾക്ക് ബുദ്ധിമുട്ടുണ്ട്, അപ്പോൾ സംസാരിക്കുന്നത് കേൾക്കാം. പറഞ്ഞോളൂ. നമ്മൾ ഷോപ്പിൽ വാങ്ങുന്ന സോപ്പുകൾ എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് അലിഞ്ഞു പോകത്തില്ല. അതെ, ഇത് കുറച്ച് ഡ്യൂറിറ്റി കുറച്ച് കുറവായിരിക്കും, സത്യം തന്നെയാണ്. പക്ഷെ അത് നമ്മൾ ഡ്യൂറിറ്റി കുറവാക്കുമ്പോൾ നമ്മൾ വാക്സ് യൂസ് ചെയ്യുമ്പോൾ അത് തിക്നെസ് കൂടും, അതുപോലെ ഒരുപാട് കാലം നിൽക്കും. വാക്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ സാധാരണ മെഴുകൊക്കെ ഉണ്ടാക്കാൻ യൂസ് ചെയ്യണം, നമ്മൾ കാൻഡിൽസ് ഉണ്ടാക്കാൻ യൂസ് ചെയ്യണ അതേ വാക്സ് ആണ് സോപ്പുകളിൽ ഉപയോഗിക്കുന്നത്. അത് നമ്മൾ ഒഴിവാക്കിക്കൊണ്ട് പിന്നെ കാസ്റ്റിക് സോഡ അവിടെ വളരെ കുറവാക്കിക്കൊണ്ട്, കാസ്റ്റിക് സോഡ പറഞ്ഞാൽ നമുക്ക് പത കൂടുതലാവും, സ്കിൻ ഡ്രൈ ആവും, അതൊക്കെ മാക്സിമം ഒഴിവാക്കിക്കൊണ്ട് ഇതിന് പതൊക്കെ കുറച്ച് കുറവാണ്ടാവുക. പിന്നെ ഇത് മെയിനായിട്ട് മറ്റേ ക്രീം സോപ്പാണ്. ഇത് കോക്കനട്ട് മിൽക്കാണ് അതിന്റെ ബേസ് യൂസ് ചെയ്യുന്നത്. നമ്മളിപ്പം പുറത്തുനിന്ന് സോപ്പ് മേടിക്കുന്നുണ്ട്, അല്ലെങ്കിൽ അതിലൊന്നും ഈ പറഞ്ഞപ്പം അതിന്റെ ഇപ്പൊ പപ്പായ സോപ്പാണെങ്കിലും കോക്കനട്ട് മിൽക്ക് സോപ്പാണെങ്കിലും അതിൽ ഈ കോക്കനട്ട് മിൽക്കും പപ്പായ ഒന്നും ഉണ്ടാവണം എന്നില്ല, അതിൽ എസെൻസ് ചേർക്കുന്നുണ്ടാവാം. ഇത് നമ്മൾ വീട്ടിൽ നിന്ന് തേങ്ങാപ്പാൽ എടുത്ത് വീട്ടിലിട്ട നാച്ചുറൽ ഇൻഗ്രീഡിയൻസ് കൊണ്ടാണ് ചെയ്യുന്നത്. ഇതെന്ത് ബേസാ? തുളസി യൂസ് ചെയ്തിട്ട്. അപ്പോൾ ഫ്ലേവർ തുളസിയാണ്. ഇത് കേരളത്തിൽ അല്ലെങ്കിൽ എവിടെയൊക്കെ ഇപ്പം ഷിപ്പ് ചെയ്യുന്നുണ്ട്? എല്ലായിടത്തും ഉണ്ട്. ഓൾ ഇന്ത്യ ഷിപ്പ് ചെയ്യാൻ പറ്റും. ഓക്കെ. പുറത്തേക്ക് പോകുന്നുണ്ടോ? ദുബായ്, ഖത്തർ അങ്ങനെ വല്ലയിടത്തേക്ക്? എത്ര സമയം എടുക്കും ഒരു സോപ്പ് ഉണ്ടാക്കാനൊക്കെ ആയിട്ട്? 6 days വേണം സെറ്റ് ആയിട്ട് വരണം ഒരു നോർമൽ സോപ്പ്. അത് കസ്റ്റമൈസ് ഉണ്ടാക്കുന്നതാണോ അതോ അങ്ങനെ എന്തെങ്കിലും ആൾക്കാർ ആവശ്യമുള്ള ഫ്ലേവർ അങ്ങനെ? ഓക്കെ ഓക്കെ. ചിലർക്ക് കുറവ് മതി, പത കൂടുതൽ വേണം, അങ്ങനെ ഉണ്ടാവും. അപ്പോൾ സോപ്പിന്റെ ആൾക്കാർക്ക് അങ്ങനത്തെ ഒരു ഇഷ്ടം ഉണ്ടെങ്കിൽ അതിനനുസരിച്ചുള്ള സോപ്പും ക്രിയേറ്റ് ചെയ്ത് തരും. സ്കിൻ ടൈപ്പ് എങ്ങനെ? ഇപ്പോൾ ഡ്രൈ സ്കിൻ ആണെങ്കിൽ അവർക്ക് എന്താണ് കോക്കനട്ട് മിൽക്ക് അല്ലെങ്കിൽ കോഫി അതൊക്കെ പറ്റുള്ളൂ. അതൊക്കെ നല്ല ഓയിലി സ്കിൻ ആണെങ്കിൽ ക്യാരറ്റ്, ബീട്രൂട്ട്, ടർമറിക്. ഓക്കെ. അപ്പോൾ ഇങ്ങനെ ഇത്ര നല്ല എൻ്റർപ്രണേഴ്സ് നമ്മുടെ നാട്ടിലുണ്ട്, നല്ല പ്രൊഡക്ട്സ് മാനുഫാക്ചർ ചെയ്യുന്ന തന്നെ പ്രൊഡക്ട്സ് നമുക്ക് ഇഷ്ടംപോലെ ട്രേഡ് ചെയ്യാൻ പറ്റും. ഇതിന് നല്ലൊരു പെർസെൻറ്റേജ് ഓഫ് മാർജിനും ഉണ്ട്. ആഡ്സൺ സ്റ്റോറിൽ ഇനി അവൈലബിൾ ആണ്. അപ്പോൾ തീർച്ചയായും കസ്റ്റമൈസ് ചെയ്ത് വാങ്ങിക്കാൻ പറ്റും. അതായത് ഇപ്പം ചിലർക്ക് ഓരോ സ്കിന്നിൻ്റെ ടോൺ അനുസരിച്ചിട്ട് നിങ്ങൾക്ക് ഡോക്ടേഴ്സൊക്കെ അങ്ങനെ പ്രിഫർ ചെയ്യുന്നുണ്ടെങ്കിൽ അതിനനുസരിച്ചിട്ടുള്ള സോപ്സും നിങ്ങൾക്ക് മാനുഫാക്ചർ ചെയ്യാൻ പറ്റും അല്ലേ? അപ്പോൾ അതും സ്പെഷ്യലി ഓർഗാനിക്കായിട്ടോ അല്ലെങ്കിൽ നമ്മൾ അധികം കാരം, ഇപ്പോൾ സോപ്പിലൊക്കെ അപ്പം കാരമൊന്നും അധികം യൂസ് ചെയ്യാത്ത രീതിയിലുള്ള സോപ്പുകളാണ് ഉണ്ടാക്കുന്നത് അല്ലേ? അപ്പം ശരിക്കും സ്കിന്നിന് വളരെ അഡ്വാൻസ്ഡ് ആയിട്ട് നമുക്കെന്ന ഈ സ്കിന്നിനോട് ബന്ധപ്പെട്ടുള്ള അസുഖങ്ങളൊക്കെ കരിജീരകത്തിന്റെ സോപ്പ് ഉണ്ട്. അത് ഈ കരപ്പൻ അങ്ങനത്തെ എക്സിമ അങ്ങനത്തെ അസുഖങ്ങൾക്കൊക്കെ വളരെ എഫക്റ്റീവ് ആണ്. പിന്നെ പോണത് കോക്കനട്ട് മിൽക്ക്. ഇത് അലോവേരയുടെ ആണ്, കോക്കനട്ട് മിൽക്കിന്റെ ആണ്. അങ്ങനെ അടിപൊളി സോപ്പാണെല്ലാം. എല്ലാവരും കണ്ടിട്ട് അടിപൊളിയാണ്. പിന്നെ കസ്റ്റമർ റിവ്യൂസ് ഒക്കെ എടുക്കുക, അടിപൊളിയാക്കുക. അപ്പം ഞങ്ങൾ പറഞ്ഞിട്ടുള്ള സപ്പോർട്ട്സ് ഉണ്ടാവും മാർക്കറ്റിങ്ങിൻ്റെ ഒക്കെ. അപ്പോൾ തീർച്ചയായും സെയിൽസിന് വേണ്ടിയിട്ട് എല്ലാ കാര്യങ്ങളും ജനറേറ്റ് ചെയ്യുക. അപ്പോൾ ഇതാണ് മിസ് റാബിയനെ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ താങ്ക് യു സോ മച്ച്. അപ്പം മിസ് റാബിയ ഈ ഒരു ബിസിനസ്സിലേക്ക് വരാനുള്ള ഒരു റീസണും ഉണ്ട്, അതിന് ഒന്ന് പറയാമോ? എന്താണ് കാരണം? എന്റെ സ്കിൻ ഭയങ്കര സെൻസിറ്റീവ് ആണ്. ലോക്കൽ സോപ്പ് ഒന്നും യൂസ് ചെയ്യാൻ പറ്റില്ല. അപ്പൊ ഞാൻ ആദ്യം കോട്ടക്കലിന്റെ സോപ്സ് ആണ് യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അതെന്ന് പറഞ്ഞാൽ നമുക്ക് സാധാരണക്കാർക്ക് ഒരു 110 രൂപ അങ്ങനെ കുഴപ്പമില്ല, നമുക്ക് മേടിക്കാം. പക്ഷെ അത് സ്ഥിരമായിട്ട് മേടിക്കുമ്പോൾ നമുക്ക് അഫോർഡ് ചെയ്യാൻ പറ്റുന്നില്ല. അപ്പൊ ഞാനിങ്ങനെ ഹസ്ബൻഡിനോട് പറഞ്ഞു, ഒരു വീഡിയോസ് കണ്ടിട്ടുണ്ടായിരുന്നു, അതെങ്ങനെ മേക്ക് ചെയ്യുന്നുണ്ട്, പഠിക്കാൻ താല്പര്യമുണ്ട്, അപ്പൊ ജസ്റ്റ് ഒരു 2000 തന്നാ മതി, ഞാൻ ജസ്റ്റ് ഒന്ന് നോക്കട്ടെ എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ എനിക്ക് ആവശ്യത്തിന് ഉണ്ടാക്കിയതായി. എന്റെ മോളുടെ ഭയങ്കര ഡ്രൈ സ്കിന്നാ, അപ്പൊ എനിക്കും മോൾക്കും വേണ്ടി ഉണ്ടാക്കി തുടങ്ങിയതാണ്. പിന്നെ അങ്ങനെ ഫസ്റ്റ് ഒന്ന് ഗിഫ്റ്റ് ചെയ്തതാണ് മോളുടെ ക്ലാസ് ടീച്ചർക്ക്. പക്ഷെ ആള് പെട്ടെന്ന് ഓർഡർ തന്നു. ആളെന്നോട് പറഞ്ഞു, ഞാൻ അങ്ങനെ സാധനങ്ങൾ ഇറക്കി തരാം, സ്റ്റാർട്ട് ചെയ്ത് നല്ലതാണെന്ന് പറഞ്ഞു. അങ്ങനെ സ്റ്റാർട്ട് ചെയ്താണ്. ഇപ്പൊ 3 വർഷമായി, സ്റ്റിൽ മൂവിങ് ആണ്. എല്ലാവിധ ആശംസകളും നേരുന്നു കേട്ടോ. വളർന്ന് വലിയൊരു സംരംഭമാകട്ടെ, കൂടുതൽ പ്രൊഡക്ട്സ് ആഡ് ഓൺ ചെയ്യാം കേട്ടോ. അപ്പോൾ എല്ലാവിധ ആശംസകളും. താങ്ക് യു.